പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചത്തിൻ്റെ നാഥനായ ദൈവത്തിന് നന്മയുടെ ഫലങ്ങൾ കാഴ്ചവെച്ച മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്കും കന്നുകാലി വളർത്തലിലൂടെ ഉപജീവനം നടത്തുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആദിയിൽ ദൈവം മനുഷ്യന് ഏദേൻ തോട്ടം നൽകി അനുഗ്രഹിച്ചതിനെ നമുക്ക് ധ്യാനിക്കാം. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരേപോലെ ദൈവകൃപയ്ക്ക് അർഹരാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് തൻ്റെ ജനത്തെ പച്ചയായ പുൽത്തകിടിയിലേക്ക് നയിക്കുന്ന നല്ല ഇടയനായി സ്വയം വിശേഷിപ്പിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിക്കാൻ അമ്മ ഇന്ന് മാധ്യസ്ഥം വഹിക്കുന്നു. കൃപാസന മാതാവേ, ഞങ്ങളുടെ കൃഷിയിടങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിതയ്ക്കുന്ന വിത്തുകൾ മുളയ്ക്കുവാനും ചെടികൾ നല്ലതുപോലെ വളർന്ന് നൂറുമേനി ഫലം നൽകുവാനും അനുഗ്രഹിക്കണമേ. കീടബാധകളിൽ നിന്നും വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും ഞങ്ങളുടെ കൃഷിയെ കാത്തുകൊള്ളണമേ. കാലാവസ്ഥാ വ്യതിയാനം കാരണം വിളവുകൾ നശിച്ചു പോകാതെ കാക്കണമേ. അധ്വാനത്തിനനുസരിച്ചുള്ള വില വിപണിയിൽ ലഭിക്കുവാനും കടബാധ്യതകളിൽ നിന്ന് മോചനം നേടുവാനും കർഷകരെ സഹായിക്കണമേ. ഞങ്ങളുടെ മണ്ണ് അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങളെ ഓർത്ത് നിശബ്ദമായി പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളുടെ തൊഴുത്തുകളിലെ കന്നുകാലികളെയും കോഴി വളർത്തൽ തുടങ്ങിയ ഉപജീവന മാർഗങ്ങളെയും അനുഗ്രഹിക്കണമേ. പക്ഷിപ്പനി, കുളമ്പ് രോഗം തുടങ്ങിയ പകർച്ചവ്യാധികളിൽ നിന്ന് അവയെ കാത്തുകൊള്ളണമേ. അവയുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കണമേ. മിണ്ടാപ്രാണികളെ സ്നേഹത്തോടെ പരിപാലിക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടാകട്ടെ. ഈ മിണ്ടാപ്രാണികളിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം മുടങ്ങിപ്പോകാതെ നീ കാക്കണമേ. അവയെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.